വണ്ണം വയ്ക്കുന്നതിന് സഹായകരമായിട്ടുള്ള ആഹാരങ്ങളും ആയുർവേദ മരുന്നുകളും പറഞ്ഞു തരാമെന്ന് ചോദിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും. വണ്ണം വയ്ക്കാനായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് 8-10 മണിക്കൂർ കിടന്നുറങ്ങുക. ആ ഉറക്കം തീർച്ചയായിട്ടും ശരീരത്തിലെ കഫദോഷത്തെ വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി മേധസ്സിനെയും മാംസധാതുവിനെയും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. അതുവഴി വണ്ണം വയ്ക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഒന്നാമത്തെ സംഗതി. അടുത്തതായിട്ട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അതായത് മാംസാഹാരങ്ങളിലും മത്സ്യമാംസാദികളിലും എല്ലാം തന്നെ കൊഴുപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളിലും കൊഴുപ്പിന്റെ അംശം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കൊഴുപ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഡയറി പ്രോഡക്ട്സും മീറ്റും ഫിഷും ഇത്തരം സംഗതികൾ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ എണ്ണ പലഹാരങ്ങളിലും കൊഴുപ്പിന്റെ അംശം കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓയിലി ഡീപ് ഫ്രൈഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിച്ചാൽ ശരീരഭാരം കൂടുന്നതിന് സഹായിക്കും. പകൽ ഉറങ്ങുന്നത് കുറച്ച് ശീലമാക്കുക. അതുപോലെ മധുര പലഹാരങ്ങൾ എണ്ണ പലഹാരങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവും. ഇതെല്ലാം ശരീരഭാരം കൂട്ടുന്നതിന് നല്ലതാണ്. അതുപോലെ നെയ്യൊക്കെ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നെയ്യ് ചേർത്ത് തയ്യാറാക്കിയ സ്നാക്സ് ഒക്കെ കഴിക്കാം. ഏത്തപ്പഴമൊക്കെ ഇപ്പൊ കേരളത്തിലെ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഏത്തപ്പഴമൊക്കെ ശരീരം വണ്ണിപ്പിക്കുന്നതിന് സഹായകരമായ പഴവർഗ്ഗങ്ങളാണ്. ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് ഏത്തപ്പഴം, പഴുത്ത ഏത്തപ്പഴം നെയ്യും ചേർത്ത് വാട്ടിയെടുത്ത് പതിവായിട്ട് കഴിക്കുന്നതൊക്കെ ശരീരഭാരം കൂട്ടുന്നതിനായിട്ട് സഹായകരമാവും. പക്ഷേ ഇനി പറയുന്ന ചില സംഗതികൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ദഹനശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ദഹനം കുറവാണെങ്കിൽ ഈ പറഞ്ഞ ഇതുവരെ പറഞ്ഞ ഒരു സംഗതിയും ദഹിക്കില്ല. അത് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടന്ന് ആമാവസ്ഥ ഉണ്ടാക്കുകയും അതുവഴി പലതരം രോഗാവസ്ഥകൾ, ത്വക്ക് രോഗങ്ങൾ മുതൽ അർബുദ രോഗം വരെ വരുന്നതിന് കാരണമാകുന്നു ഈ ആമാവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മുടെ ശരീരത്തെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഈ തടിപ്പിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട സംഗതികൾ. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ചിന്തിക്കണം, വിരശല്യമുള്ളവരാണെങ്കിൽ വിര ഇല്ലാതാക്കുന്നതിന് കൃമികരങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ശീലിക്കുക. ഒരു ആയുർവേദ മരുന്നുകളൊക്കെ പറയുകയാണെങ്കിൽ കൃമിക്കന വടിക, വിടങ്കാദ്യരിഷ്ടം, അഭയാരിഷ്ടം, വൈശ്വാനര ചൂർണം, അഷ്ടചൂർണം, ഇങ്ങനെ ഒട്ടനവധി യോഗങ്ങളുണ്ട്. ഇതിലേതാണ് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുയോജ്യം നിശ്ചയിക്കാനായിട്ട് ഒരു ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ദേഹപ്രകൃതി, രോഗാവസ്ഥകൾ, നിങ്ങളുടെ ഭക്ഷണരീതിയും അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന കാലാവസ്ഥയും തരം ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടതായ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണ്ടതായ ഔഷധങ്ങൾ നിശ്ചയിക്കുക. ഭക്ഷണരീതികളും ജീവിത രീതികളും പറഞ്ഞു തരിക. ഇതാണ് കൺസൾട്ടേഷൻ. അതല്ലാതെ എന്തെങ്കിലും ഒരു മെഡിസിൻ വീട്ടിൽ വാങ്ങി വെക്കുന്നു, ഏതെങ്കിലും ഡോക്ടർ ഫോണിൽ വിളിച്ചിട്ട് ഇത് നല്ലതാണോ എന്ന് ചോദിക്കലല്ല കൺസൾട്ടേഷൻ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പൊതുവെ കൊടുക്കാറുള്ള ക്രിമികരങ്ങളായ ഒരുപാട് ഒറ്റമൂലികളുണ്ട്, ജീവിത രീതികളുണ്ട്. ബ്രഹ്മ്യാംസ്തു മൃദുലങ്കി എന്ന ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതി. അതായത് ബ്രഹ്മണം എന്ന് പറഞ്ഞാൽ തടിപ്പിക്കുക. തടിപ്പിക്കുന്നതിന് മുൻപായിട്ട് മൃദു ലംഘനം, അതായത് ചെറുതായിട്ട് ശോഷിപ്പിക്കണം. മനസ്സിലായോ? അതായത് ആ കെട്ടിക്കിടക്കുന്ന ആമാവസ്ഥയും വർദ്ധിച്ചിരിക്കുന്ന കഫവും ഒക്കെ ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ കെട്ടിക്കിടന്ന് ദഹനശക്തി കുറയ്ക്കുന്നുണ്ട്, ജഡരാഗ്നിയുടെ ബലത്തെ കുറയ്ക്കുന്നുണ്ട്. അതുവഴി ഇൻഡൈജഷൻ ഉണ്ടാക്കുന്നുണ്ട്, ആമാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്, മെലിഞ്ഞിരിക്കുന്നവരായാലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വയറിനൊന്ന് ശുദ്ധി വരുത്തണം. അതിനായിട്ട് ക്രിമികരങ്ങളായ ഔഷധങ്ങൾ ശീലിക്കണം. അതുപോലെ വയറിളക്കാം, വയർ കഴുകി വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതിനായിട്ടുള്ള വിരേചന ഔഷധങ്ങൾ നിശ്ചയിക്കണം. അതിനുശേഷം അഗ്നിദീപ്തികരങ്ങളായ ആഹാരവിഹാരങ്ങൾ, അതായത് ഈ രസം, സംഭാരം, കാച്ചിയ മോര്, ഇഞ്ചിയും ശർക്കരയും കൂടെ കഴിക്കുന്നത്, ഇതൊക്കെ നല്ലതാണ് വിശപ്പില്ലെങ്കിൽ. അതിനുശേഷം വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഇത്തരം ചിട്ടകൾ ശീലിക്കണം. അപ്പൊ അതിനായിട്ട് പിപ്പില്യാസവും, ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, അഭയാരിഷ്ടം, അമൃതാരിഷ്ടം, അഗ്നിദ്രാവകം, ഇങ്ങനെ പല പല ഔഷധങ്ങളുണ്ട്. അത് നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് ഒരു ഡോക്ടർ നിശ്ചയിച്ചോളും. ഓക്കെ, അത് നിശ്ചയിക്കണം. അപ്പൊ അങ്ങനെ വിശപ്പ് ഉണ്ടാക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇത്തരം സംഗതികൾ കഴിക്കാനായിട്ട്. അതിന്റെ കൂടെ നമ്മൾ ഓരോരോ അവസ്ഥയ്ക്ക് അനുസരിച്ച് അജമാംസരസായനോ, അശ്വഗന്ധാദിലേക്കോ, അജാശ്വഗന്ധാദിലേക്കോ, ചവനപ്രാശോ, അട്ടിൻ ബ്രാത്തോ ഒക്കെ നിശ്ചയിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞതെല്ലാം ആദ്യമേ വാങ്ങി കഴിക്കുക. ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ആദ്യമേ വാങ്ങി കഴിക്കുക. ഇത് ഗുണത്തെക്കാളുപരി ദോഷത്തെയാണ് വിളിച്ചു വരുത്തുക. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശുദ്ധി വരുത്തണം. അതിനുശേഷം അതായത് വിരശല്യം ഇല്ലാതാക്കണം, കെട്ടിക്കിടക്കുന്ന കഫത്തെയൊക്കെ ഇല്ലാതാക്കണം. അതിനുശേഷം അഗ്നിദീപ്തികരങ്ങളായ ഔഷധങ്ങൾ, അങ്ങനെ വിശപ്പൊക്കെ വന്നതിന് ശേഷം ബ്രഹ്മണങ്ങളായ ശരീരത്തെ തടിപ്പിക്കുന്ന സ്വഭാവമുള്ള കൊഴുപ്പടങ്ങിയ ഡയറി പ്രോഡക്ട്സും മധുര പലഹാരങ്ങളും, വെണ്ണ, നെയ്യ്, തൈര്, അത്തരം സംഗതികളും മത്സ്യമാംസാദികൾ ധാരാളമായിട്ട് കഴിച്ചാൽ അതൊക്കെ ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. അതുവഴി ശരീരം തടിക്കാനായിട്ട് സഹായിക്കും. നിങ്ങളിൽ പലരും ഒരുപാട് ലേഹ്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് പരാജയപ്പെട്ടവരായിരിക്കും. അത് വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹവും ആമാശയവും ശുദ്ധീകരിച്ചിട്ടില്ല. വിരശല്യം ഉണ്ടായിരിക്കാം, ദഹനശക്തി കുറവായിരിക്കാം, ഡൈജസ്റ്റീവ് പവർ, അഗ്നിമാന്ദ്യം ഉണ്ടായിരിക്കാം. എന്നീ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ കഴിക്കുന്ന സംഗതികളൊന്നും നമ്മുടെ ശരീരത്തിൽ ദഹിച്ച് ആഗിരണം ചെയ്യാതെ അങ്ങനെ മലത്തിലൂടെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം, വിശപ്പ് ഉണ്ടാക്കിയിട്ട് അതിനുശേഷം മാത്രം ഈ പറഞ്ഞ സംഗതികൾ ശീലിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും വെയിറ്റ് കൂടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.